ഹായ് എവരിവൺ, മെക്സവനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മെക്സവൻ അഥവാ ഈ ഒരു എക്സസൈസ് കൂട്ടായ്മയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അതിനു മുമ്പായി മെക്സവൻ എന്താണ് എന്ന് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മലബാറിലെ ആളുകൾക്കൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് വലിയ ചർച്ചയാവുന്നതുകൊണ്ടും പ്രാദേശിക തലത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടും ഏകദേശം ഒരു ധാരണ ഇതിനെക്കുറിച്ച് കിട്ടിക്കാണും. അപ്പോൾ കിട്ടാത്ത ആളുകൾക്ക് എന്താണ് മെക്സവൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. പാരാമിലിറ്ററി സർവീസിൽ നിന്നും സ്വയം വിരമിച്ചിട്ടുള്ള കൊണ്ടോട്ടി സ്വദേശിയായിട്ടുള്ള സലാഹുദ്ദീനാണ് മെക്സവൻ എന്ന് പറയുന്ന ഈ ഒരു ആരോഗ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ ആണ് ഈ മെക്സവനെ ഇവർ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹം നാട്ടുകാരുടെ ഈ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ആരോഗ്യ പ്രസ്ഥാനമാണെന്നൊക്കെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇദ്ദേഹം 2012 മുതൽ നടത്തി വരുന്നുണ്ട്. പക്ഷേ ഇതിനൊരു സംഘടനാ സ്വഭാവം നിലവിൽ വരുന്നത് 2022 കൂടിയാണ്. 2022-2024 കാലയളവിൽ ഈ മെക്സവന് കേരളത്തിലുടനീളം 1000-ഓളം യൂണിറ്റുകൾ ഉണ്ടാവാണ്. 1000-ഓളം യൂണിറ്റുകൾ 2 വർഷം കൊണ്ട് കേരളത്തിലുടനീളം ഉണ്ടായതിന് ഒരു പ്രധാന കാരണം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ജീവിതശൈലി രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ചേരും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. അതിലൊന്നും തന്നെ യാതൊരു തർക്കവുമില്ല, അതിലൊന്നും തന്നെ യാതൊരു അതൃപ്തിയുമില്ല. ഒരു സംഘടനയ്ക്കും അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ ഒരു പ്രസ്ഥാനം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരു പ്രസ്ഥാനമെന്ന് ധരിച്ചുകൊണ്ടാണ് പല ആളുകളും ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പക്ഷേ ഇതിനെതിരായിട്ട് വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആളുകൾ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറയിൽ ഉണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് മെക്സവനെതിരായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നത്. ഇത് ഒരു വ്യായാമ കൂട്ടായ്മ മാത്രമാണെങ്കിൽ ഈ സംഘടനയ്ക്ക് ഈ യൂണിറ്റ് രൂപീകരിക്കുകയോ അതിന് സെക്രട്ടറിയും പ്രസിഡന്റും തിരഞ്ഞെടുക്കുകയോ അതിന് മേഖലാതലത്തിൽ കമ്മിറ്റികൾ ഉണ്ടാവുമോ അതിന് ഏരിയ തലത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കുകയോ അത്തരത്തിലൊരു രാഷ്ട്രീയ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇതിന് മാറേണ്ട ആവശ്യമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ എല്ലാ സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. രാഷ്ട്രീയ സംഘടനകളായും സാംസ്കാരിക സംഘടനകളായും സാമൂഹ്യ സംഘടനകളായും ഒക്കെ തന്നെ പ്രവർത്തിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ മെക്സവൻ ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. സംഘടനാ തലത്തിലേക്ക് മെക്സവന്റെ പ്രവർത്തനങ്ങൾ കടക്കുന്ന സമയത്ത് ഇതിനൊരു സംഘടനയായിട്ട് തന്നെ പൊതുസമൂഹം വിലയിരുത്തും, അല്ലെങ്കിൽ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പൊതുസമൂഹം വിലയിരുത്തും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സാംസ്കാരിക സാമൂഹിക സംഘടനകൾക്കും അത്തരം പ്രവർത്തനങ്ങൾ നടത്താം. അതിലൊന്നും തന്നെ യാതൊരു വിലക്കും കേരളത്തിലില്ല. കേരളത്തിലെ നല്ല ജനാധിപത്യ രാജ്യങ്ങളിൽ എവിടെയും അത്തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തിനാണ് ഒരു മറ എന്നാണ് ഈ മെക്സവൻ വ്യക്തമാക്കുന്നത്. ഈ ഒരു എക്സസൈസ് കൂട്ടായ്മയുടെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ എന്തിനാണ് നടത്തുന്നത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വ്യക്തമാക്കാൻ മെക്സവൻ തയ്യാറാവണം. ഇതൊന്നും വ്യക്തമാക്കാതെ യാതൊരു വിശദീകരണം നൽകാതെ ഒരു ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വ്യായാമ കൂട്ടായ്മയുടെ പേരിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇതര മതസംഘടനകളിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ വിമർശനങ്ങളിൽ എന്തിനാണ് ചില ആളുകൾ വിരളി പിടിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആ സംഘടനയുടെ പോരായ്മയ്ക്ക് അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വരും. ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ചില ആളുകൾ തയ്യാറല്ല. ആ വിമർശനങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അതിൽ നിന്നും ഒരു വർഗീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സംഘടനയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഏതെങ്കിലും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പുറത്താക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇനി നിരോധിക്കപ്പെട്ട ഏതെങ്കിലും സംഘടനകളാണ് ഈ ഒരു മെക്സവന്റെ പുറകിലെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് വിമർശനം ഉണ്ടാവും, മെക്സവനെതിരായിട്ട് വിമർശനം ഉണ്ടാവും. അതിനൊരു സമുദായത്തിനെതിരായിട്ടുള്ള വിമർശനമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിമർശനമായിട്ടോ ഒന്നും കരുതേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ നേരിടുന്ന അതേ വിമർശനങ്ങൾ തന്നെയാണ് മെക്സവനും നേരിടുന്നത്. അതിൽ നിരോധിക്കപ്പെട്ട ചില സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന സമയത്ത് ചില ആളുകൾ ചില സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഒരു വർഗീയ പ്രശ്നമായി മാറുന്നത് അവിടെയാണ്. എന്തായാലും മാക്സവനിൽ നിന്നും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മാക്സവൻ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. തീർച്ചയായിട്ടും അത്തരം സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കേണ്ടത് മാക്സവന്റെ നേതൃത്വത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അവരിൽ നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.